ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നുണ്ടല്ലോ, കുറേ പ്രോബ്ലംസിന് സൊല്യൂഷനായിട്ടുള്ള ഒരു ആയുർവേദിക് പ്രോഡക്റ്റിനെ നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതായത് ഇതിൻ്റെ ഈ ക്രീമിൻ്റെ പേരെന്ന് പറയുന്നത് പിഗ്മെഡ് എന്നാണ് കേട്ടോ. ഈ ക്രീം നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ക്രീമിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാം. ഈ ക്രീം എന്ന് വെച്ചാൽ മുഖത്തെ പിഗ്മെൻറ്റേഷൻ, അണ്ടർ ഐ ഡാർക്ക്നെസ് ഒക്കെ മാറ്റാനായിട്ട്, പിന്നെ അണ്ടർ ആംസിലുള്ള ഡാർക്ക്നെസ് മാറ്റാനായിട്ടൊക്കെ ഈ ഒരു ക്രീം യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ ഹെർബലായിട്ടുള്ളത് കൊണ്ട് തന്നെ നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിരിക്കും. പിഗ്മെൻറ്റേഷൻ പല കാരണങ്ങൾ കൊണ്ട് വരാം. അതായത് ചിലപ്പോൾ പാരമ്പര്യമായിട്ടുള്ള പല ഘടകങ്ങൾ കൊണ്ട് വരാം, എന്തെങ്കിലും അസുഖം വന്നിട്ട് വരാം, അല്ലെങ്കിൽ ഓവറായിട്ടുള്ള സൺ എക്സ്പോഷർ കൊണ്ടിട്ടുള്ള പ്രശ്നം കൊണ്ട് കരിമെങ്കിലും ഉണ്ടാവാം. പിന്നെ ഈ ഒരു പല പ്രശ്നങ്ങൾക്കും ഈ ഒരു ക്രീം സൊല്യൂഷനാണ്. പിന്നെയെന്ന് വെച്ചാൽ അണ്ടർ ഐ ഡാർക്ക്നെസ്, ചില ആൾക്കാർക്ക് പാരമ്പര്യമായിട്ട് ഇങ്ങനെ അണ്ടർ ഐ ഡാർക്ക്നെസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവർക്കും ഈ ഒരു ക്രീം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു 80% വരെ അതിനെ ക്യൂർ ചെയ്യാനുള്ളൊരു കഴിവ് ഈ ഒരു ക്രീമിനുണ്ട്. 30 ഗ്രാമിന് 120 രൂപയാണ് വില. അപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഈ ഒരു ക്രീം അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അവൈലബിലിറ്റി ചെക്ക് ചെയ്തപ്പോൾ ഇപ്പോഴും ഈ ഒരു ക്രീം ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. പിന്നെയെന്ന് വെച്ചാൽ പ്ലസ് മെമ്പർഷിപ്പൊക്കെ ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഒന്നും കൊടുക്കേണ്ടി വരില്ല. അല്ലാത്തവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് വരും. ഈ ക്രീം എന്ന് പറയുന്നുണ്ടല്ലോ, ഒരുപാട് തിക്കായിട്ടുള്ളൊരു ക്രീമല്ല. അതായത് ആപ്ലിക്കേഷൻ വളരെ ഈസി ആയിരിക്കും. ഓയിലി സ്കിന്നുള്ളവർക്ക്, ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ യൂസ് ചെയ്യുന്നത് ഒരു ജെൽ ടൈപ്പ് പോലത്തെ ഒരു ടെക്സ്ചറാണ്. നമ്മൾ ഒരു ക്രീം തേച്ചിട്ടുള്ള ആ ഒരു ഫീലോ അല്ലെങ്കിൽ ആ ഒരു അസ്വസ്ഥതയോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. ശരിക്കും ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് നൈറ്റ് ടൈം ആണ് കേട്ടോ. പക്ഷേ ഇനി ആ ടൈമിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് പകലും ഇത് അപ്ലൈ ചെയ്യാം. പക്ഷേ അപ്ലൈ ചെയ്തതിന് ശേഷം വെയിൽ കൊള്ളാൻ പാടില്ല. അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞെങ്കിലും, പുറത്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ അരമണിക്കൂർ കഴിയാതെങ്കിലും പുറത്ത് പോകാൻ അല്ലെങ്കിൽ വെയിലടിക്കാൻ പാടില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ സൺലൈറ്റ് കൊള്ളേണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. അപ്പോൾ ഈ ഒരു ക്രീം എന്ന് പറഞ്ഞാൽ ഡാർക്ക് പാച്ചസ് അല്ലെങ്കിൽ സ്പോട്ട് റിഡക്ഷന് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ പിമ്പിൾ മാർക്സിനെ റിഡക്ഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഡാർക്ക് സർക്കിൾസിനെ, സ്ട്രെച്ച് മാർക്സിനെ ഒക്കെ ക്യൂർ ചെയ്യാനായിട്ടുള്ളൊരു കഴിവ് ഈ ഒരു ക്രീമിനുണ്ട്. പിന്നെ ഏജ് സ്പോട്ട്സിന്, ടാനിങ്ങിനൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ പകലെല്ലാം വെയിൽ കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ രാത്രി ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാനിങ് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് ഒരു ആഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ റിസൾട്ട് കിട്ടില്ല. പിന്നെയെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ആയുർവേദിക് ആയിട്ടുള്ളൊരു ക്രീം ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ റിസൾട്ട് ഇച്ചിരി സ്ലോ ആവാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു 1 മന്തെങ്കിലുമൊക്കെ പിടിക്കും. നമ്മൾ ആ ഒരു ടൈം നമ്മുടെ സ്കിന്നിന് കൊടുക്കുക എന്നുള്ളതാണ്. ഹെർബൽ പ്രോഡക്റ്റ്സ് ഒക്കെ അല്ലെങ്കിൽ ആയുർവേദിക് പ്രോഡക്റ്റുകളൊക്കെ റിസൾട്ട് അല്പം സ്ലോ ആയിരിക്കും. നമ്മളത് മനസ്സിലാക്കി ആ ഒരു ടൈം നമ്മുടെ സ്കിന്നിന് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ പലരുടെയും സ്കിൻ വേരിയേഷൻ പല ടൈപ്പാണല്ലേ. അപ്പോൾ ആ ഒരു സ്കിന്നുമായിട്ട് ഈ ഒരു ക്രീം സ്യൂട്ട് ആവാനായിട്ട് ആ ഒരു അഡാപ്റ്റബിലിറ്റിക്ക് കുറേ ടൈം എടുക്കും. നമ്മൾ ആ ഒരു ടൈം കൊടുക്കുക. അപ്പോൾ പതുക്കെയാണ് നമ്മുടെ സ്കിന്നിലേക്ക് ആ ഒരു ക്രീം സ്യൂട്ട് ആവുക. പിന്നെയെന്ന് വെച്ചാൽ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ റെഡ്നെസ് അങ്ങനെ എന്തെങ്കിലും സിവിയറായിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രീം സ്റ്റോപ്പ് ചെയ്യുക. പക്ഷേ മിക്കവർക്കും അങ്ങനെ ഉണ്ടാവാറില്ല. പിന്നെ എന്തെങ്കിലും റെഡ്നെസ് ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അലോവേര ജെല്ലോ അല്ലെങ്കിൽ കോൾഡ് വാട്ടർ കൊണ്ടൊക്കെ മുഖം ഒന്ന് കഴുകുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ടൈപ്പ് ഓഫ് സ്കിന്നിനും യോജിക്കുന്ന ഒരു ക്രീമാണ്. ഏറ്റവും ബെറ്ററായിട്ട് നൈറ്റ് ടൈമിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ പറ്റാത്തവർ മാത്രമാണ്, അതൊരു ഓപ്ഷണലാണ് കേട്ടോ. ഏറ്റവും ബെറ്റർ ടൈം നൈറ്റ് ടൈം തന്നെയാണ്. നമ്മുടെ സ്കിന്നിന് ഏറ്റവും കൂടുതൽ റിപ്പയർ നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് എല്ലാം അബ്സോർബ് ചെയ്യുന്ന ഒരുപാട് ടൈം കിട്ടുന്നുണ്ടല്ലേ നമ്മുടെ സ്കിന്നിന് റിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ സംസാരിക്കുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു ക്രീം ഫേസിൽ കിടക്കുമ്പോൾ ആ ക്രീമിന് നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്തെടുക്കാനുള്ള ടൈം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബെറ്റർ ടൈം എന്ന് പറയുന്നത് നൈറ്റ് ടൈം തന്നെയാണ്. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കുക. 30 ഗ്രാമാണ് ഈ ക്രീമിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. 120 രൂപ. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള സൈറ്റുകളിലെല്ലാം അവൈലബിൾ ആണ്. കടകളിൽ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഉപയോഗിക്കേണ്ട ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക. യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല. പ്രഗ്നൻസി ടൈമിൽ ഈ ഒരു ക്രീം എന്നല്ല ഒരു ക്രീം യൂസ് ചെയ്യേണ്ട. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കുറേ കമൻസിന് റിപ്ലൈ ഞാൻ കൊടുത്തിട്ടില്ല, തരാം. റിപ്ലൈ എല്ലാവർക്കും ഞാൻ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോയുടെ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.